കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. ശ്രീ സീതാലക്ഷ്മണ ഭരത ശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമഃ. യത്ര യത്ര രഘുനാഥകീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമത രാക്ഷസാന്തകം. നമ്മൾ 28 ചെയ്തത് അല്ലേ? അയോധ്യാകാണ്ഡത്തിലെ 1-ാം സർഗത്തിലത്തെ 28-ാമത്തെ ശ്ലോകം ചെയ്തു. അതിൽ പറഞ്ഞാൽ എന്താ വെച്ചാൽ നമ്മൾ കയറാണെന്ന് അറിയാതെയാണ് അതിമ്പിൽ പാമ്പിനെ ആരോപിക്കുന്നത്. അതുപോലെ തന്നെയാണ് ഭഗവാന്റെ സച്ചിദാനന്ദ സ്വരൂപത്തെ നമുക്ക് അറിയാത്തതിനാൽ നമ്മൾ ഈ പ്രപഞ്ചത്തിനെ ഭഗവാനിൽ ആരോപിക്കുകയാണ്. അപ്പോൾ കയറാണെന്ന് അറിയുമ്പോൾ നമുക്ക് പാമ്പിനെയുള്ള ഭയം ഇല്ലാതെ ആകുന്ന പോലെ, അല്ലെങ്കിൽ പാമ്പാന്നുള്ള വിചാരം ഇല്ലാതെ ആകുന്ന പോലെ, ഈ ഭഗവാനെ അറിയുമ്പോൾ നമുക്ക്, അല്ലെങ്കിൽ ഞാൻ ആ ഭഗവാൻ സ്വരൂപം തന്നെ സച്ചിദാനന്ദ സ്വരൂപമാണെന്ന് അറിയുമ്പോൾ നമുക്ക് ഈ പ്രപഞ്ച ഭയവും ഭവഭയവും ഇല്ലാതെയാവും എന്നാണ് പറഞ്ഞത്. പിന്നെ എങ്ങനെയാണ് ആ ജ്ഞാനം ഉണ്ടാവുക എന്നാണ് പിന്നെ അഭ്യസിക്കണം എന്ന് പറഞ്ഞു അല്ലേ? ജ്ഞാനം അഭ്യസിക്കണം. എങ്ങനെയാണ് ജ്ഞാനം അഭ്യസിക്കുക എന്നാണ് നമ്മൾ പറഞ്ഞത്? ത്വചിന്തനം, അങ്ങേപ്പറ്റി ചിന്തിക്കുക. ത്വത്കഥനം, അങ്ങേപ്പറ്റി പറയുക. അന്യോന്യം തത് പ്രബോധനം, അന്യോന്യം അങ്ങേപ്പറ്റി പറഞ്ഞ് അന്യോന്യം ഇൻസ്പയർ ചെയ്യുക. പിന്നെയോ ഏകാന്തത്തിൽ തത്പരത്വം ച തദഭ്യാസം, അങ്ങേ തന്നെ ഏകാന്തത്തിൽ പോയി വിചാരിക്കുക. ഇതൊക്കെ തന്നെയാണ് എന്ത് ജ്ഞാനാഭ്യാസം എന്ന് വിവേകികൾ പറയുന്നു. അപ്പം നമുക്ക് ജ്ഞാനം അഭ്യസിക്കണം എന്ന് പറഞ്ഞാൽ അതിനുള്ള വഴിയും പറഞ്ഞു തന്നു. ചിന്തനം, ത്വത്കഥനം, അന്യോന്യം തത് പ്രബോധനം, ഏകാന്തേ തത്പരത്വം. അതെപ്പോഴും ഓർമ്മിക്കണത് നല്ലതാണ്. അത് വളരെ നല്ലൊരു ഇതാണ്. അതാണ് വഴി. അത് ജ്ഞാനാഭ്യാസം തന്നെയാണ് എന്ന് പറയാണ്. ഇനി 29 പോവാം കേട്ടോ. ത്വൽപാദഭക്തിയുക്താനാം വിജ്ഞാനം ഭവതി ക്രമാത് തസ്മാത് ത്വദ്ഭക്തിയുക്തായേ മുക്തിഭാജസ്ത ഏവ ഹി. ത്വത്പാദഭക്തിയുക്താനാം, അതായത് അങ്ങയുടെ ഭക്തന്മാർക്ക് അല്ലെങ്കിൽ പാദത്തിൽ ഭക്തിയുള്ളവർക്ക്, വിജ്ഞാനം ക്രമാത് വെച്ചാൽ ഗ്രാജ്വലി, പതുക്കെ, ക്രമത്തിൽ വിജ്ഞാനം ഭവതി, അനുഭവജ്ഞാനം ഉണ്ടാവും. ഭക്തി കൊണ്ട് അനുഭവജ്ഞാനം ഉണ്ടാകുന്ന വേദവ്യാസൻ ഉറപ്പിച്ച് പറയണു, വേദവ്യാസ ഭഗവാൻ. തസ്മാത്, അതുകൊണ്ട്, ത്വദ്ഭക്തിയുക്താം, ഏതൊരുവനാണോ അങ്ങയിൽ ഭക്തിയുള്ളത്, തേ ഏവ മുക്തിഭാജ ഹി, അവൻ തന്നെ ആണ് മുക്തി അടയുന്നവർ നിശ്ചയം എന്നാണ് പറഞ്ഞത്. അതായത് ഭക്തി വേറൊന്നും വേണ്ട, ഭക്തി മാത്രമായാൽ പതുക്കെ ജ്ഞാനം ഉണ്ടാകും. അപ്പം അങ്ങയുടെ ത്വൽപാദ ഭക്തി ഉള്ളവർക്ക് ജ്ഞാനം ഉണ്ടാവുന്ന ഉറപ്പാണ് എന്ന് വേദവ്യാസ മഹർഷി നമ്മളോട് പറയുന്നു. വേറൊന്നിനും നമുക്ക് ഇപ്പോൾ നമുക്ക് ഈ ഉപനിഷത്തുക്കളും അതിലത്തെ വേദാന്തമൊക്കെ മനസ്സിലാക്കാനോ അല്ലെങ്കിൽ ഈ തർക്കം, ശാസ്ത്രം അതൊക്കെ മനസ്സിലാക്കാനുള്ള കഴിവില്ലെങ്കിലും, അല്ലെങ്കിൽ അത് വായിക്കാനുള്ള അവസരമില്ലെങ്കിലും, അത് വായിച്ചാലും മനസ്സിലാവുന്നില്ലെങ്കിലും നമുക്ക് വിഷമണ്ട. ഭഗവാനെ ശരണാഗതി അടയുക. ഭഗവാനെ എപ്പോഴും ത്വത്ചിന്തനം, ത്വത്കഥനം, അന്യോന്യം തത്പ്രബോധനം, ഏകാന്തേ തത്പരത്വം മാത്രം ആയാലും തന്നെ ക്രമത്തിൽ ഈ ജന്മത്തിലില്ലെങ്കിൽ വരും ജന്മങ്ങളിൽ നമ്മളെ നയിച്ച് നമുക്ക് ജ്ഞാനം, ഭഗവാൻ തന്നെ നമ്മളെ ഉള്ളിലെ ജ്ഞാനം ഉദിപ്പിക്കും. അപ്പോൾ ഭക്തന്മാർക്ക് മോക്ഷം കിട്ടുന്ന ഉറപ്പാണ്. ത്വത്പാദഭക്തിയുക്താനാം വിജ്ഞാനം ഭവതി ക്രമാൽ തസ്മാത് ത്വദ്ഭക്തിയുക്തായേ മുക്തിഭാജസ്ത ഏവ ഹി. ഇനി വേദവ്യാസ മഹർഷി ഭാഗവതത്തിൽ പ്രഹ്ലാദനെ കൊണ്ട് പറയിപ്പിച്ച അതേ ശ്ലോകം നമുക്കിവിടെ പറഞ്ഞു തരുന്നു. വേദവ്യാസ മഹർഷി തന്നെ പറയും അല്ലേ? എന്താണ്? ശ്രവണം കീർത്തനം വിഷ്ണോഹോ സ്മരണം പാദസേവനം അർച്ചനം വന്ദനം ദാസ്യം സഖ്യം ആത്മനിവേദനം. തന്നെ ഇതാണ് പ്രഹ്ലാദൻ പറഞ്ഞതാണ് ശരിക്കിത്. ആരോട്? ഹിരണ്യകശിപുവിനോട്.
അതന്നെ. പക്ഷെ വേദവ്യാസനാണല്ലോ എഴുതിയത്. ആ വേദവ്യാസൻ അതന്നെ എടുത്ത് ഇവിടെ തന്നു നമുക്ക്. 9 വിധമായിട്ട് നവഭക്തി ഏതൊക്കെയാണെന്ന് പറയുകയാണ്. ഈശ്വരഭക്തി, ഇങ്ങനെ ഈശ്വരഭക്തി ഉണ്ടാവുമ്പോൾ നമുക്ക് എല്ലാ വിഷയങ്ങളിൽ നിന്നും മനസ്സിനെ മാറ്റാൻ സാധിക്കും. പതുക്കെ പതുക്കെ നമുക്ക് വേദാന്ത വാക്യങ്ങളൊക്കെ തന്നെ മനസ്സിലായി തുടങ്ങും, ജ്ഞാനം തന്നെ ഉദിക്കും. അതുകൊണ്ട് മുക്തിക്ക് കാരണം ഭക്തിയാണെന്ന് ഉറപ്പിച്ച് പറയുകയാണ് വേദവ്യാസ ഭഗവാൻ. എന്നിട്ട് പ്രഹ്ലാദൻ്റെ ആ ശ്ലോകം ഉദ്ധരിച്ചു നമുക്ക് വളരെ സുപരിചിതമായിട്ടുള്ളത് അല്ലേ. ശ്രവണം കീർത്തനം വിഷ്ണോഹോ സ്മരണം പാദസേവനം അർച്ചനം വന്ദനം ദാസ്യം സഖ്യം ആത്മനിവേദനം. ഞാൻ വിസ്തരിക്കണ്ടല്ലോ. ശ്രവണം അതായത് ഇപ്പോൾ എന്തും നല്ല കാര്യങ്ങൾ, ഭഗവത് കഥകൾ ശ്രവണം ചെയ്യുക, ഭഗവത് കഥകളെ കീർത്തിക്കുക, പറയുകയും, വിഷ്ണോഹോ സ്മരണം എപ്പോഴും വിഷ്ണുവിനെ സ്മരിക്കുക, പാദസേവനം ഭക്തന്മാരെയും ഭഗവാനെയും ഭക്തന്മാരെയും സേവിക്കുക, അർച്ചന ചെയ്യുക, വന്ദനം ഓഫ് കോഴ്സ് വന്ദിക്കുക, ദാസ്യം അതായത് ഹനുമാനെ പോലെ ദാസനായിട്ട് ഭഗവാൻ ദാസനാണെന്ന് സങ്കല്പിച്ച്, സഖ്യം അർജുനനെ പോലെ സഖിയാണെന്നുള്ള സങ്കല്പത്തിലായാലും മതി. പിന്നെയോ ആത്മനിവേദനം മഹാബലിയെപ്പോലെ സ്വയം ഭഗവാനിൽ അർപ്പിക്കുക. ഏത് നവവിധ ഭക്തിയും നമ്മളെ മോക്ഷത്തിലേക്ക് നയിക്കും. അഹം ത്വദ്ഭക്തഭക്താനാം തദ്ഭക്താനാം ച കിങ്കര അതോ മാമനുഗൃഹീഷ്വ മോഹയസ്വ നാം പ്രഭോ. എന്താ പറയണേ? ഞാൻ ദാസൻ്റെ ദാസനാവണമെന്നൊക്കെ പറയണമെന്നേ ഉള്ളൂ കേട്ടോ, അത്രയ്ക്ക് അതേ പ്രാർത്ഥിക്കുന്നുള്ളൂ. ഞാൻ അഹം ത്വദ്ഭക്തഭക്താനാം, ഞാൻ അങ്ങയുടെ ഭക്തന്മാരുടെ ഭൃത്യനായാലും മതി, കൈങ്കര്യം ചെയ്യുക. അത് ഇതുണ്ടല്ലോ, എന്താ പറയുക, മുകുന്ദമാലയിൽ നമ്മൾ കണ്ടുല്ലോ, ത്വദ്ഭൃത്യഭൃത്യ പരിചാരക ഭൃത്യസ്യ ഭൃത്യ ഇതിമാം സ്മരലോകനാഥ. എന്നെ അങ്ങനെ കണ്ടാൽ മതി എന്ന്. ഭൃത്യൻ്റെ ഭൃത്യനായിട്ട് കണ്ടാലും മതി, ഭഗവാനോട് പറയുക. അതന്നെയാണ് ഇവിടെ പറഞ്ഞത്. ത്വദ്ഭക്താനാം തദ്ഭക്താനാം ച കിങ്കരഹ, അവരുടെ കിങ്കരന്മാരെ വെച്ചാൽ കൈങ്കര്യം ചെയ്യുക, അതായത് അവരുടെ സേവ ചെയ്യുക. അങ്ങയുടെ ഭക്തന്മാരുടെയും അവരുടെ ഭക്തന്മാരുടെയും സേവ കൈങ്കര്യം ചെയ്യാൻ എനിക്ക് ആഗ്രഹം ഉണ്ടാകും. അതുകൊണ്ട് മാം അനുഗ്രഹീഷ്വ, അതിനെ എന്നെ അനുഗ്രഹിക്കൂ, അത്രേ ആഗ്രഹിക്കുള്ളൂ. ഭഗവാനെ സേവിക്കാനും കൂടി ആഗ്രഹിക്കില്ല. ഭഗവാന്റെ ഭക്തന്മാരെ സേവനം ചെയ്യാൻ എന്നെ അനുഗ്രഹിച്ചാലും ഹേ പരമേശ്വര മാം നമോഹയസ, എന്നെ മോഹിപ്പിക്കരുതേ. അതായത് ഞാൻ ഇന്ദിരിവടിയുടെ ഈ ഭക്ത പരമ്പരയുടെ തന്നെ ഞാൻ ഒരു ദാസനായിട്ട് നിന്നോളാം, സേവിച്ചോളാം. അതുകൊണ്ട് അതിനായിട്ടെങ്കിലും എന്നെ അനുഗ്രഹിക്കണം ഹേ ഭഗവാനെ. എന്നെ മോഹിപ്പിക്കാതെ എന്നെ ഈ മായാമോഹിതനാക്കി തീർക്കരുതേ. അഹം ത്വദ്ഭക്തഭക്താനാം തദ്ഭക്താനാം ച കിങ്കര അതോ മാമനുഗൃഹീഷ്വ മോഹയസ്വ നമാം പ്രഭോ. ത്വന്നാഭികമലോത്പന്നോ ബ്രഹ്മാ മേ ജനകപ്രഭോ അതസ്തവാഹം പൗത്രോസ്മി ഭക്തം മാം പാഹി രാഘവ. ത്വന്നാഭികമലോത്പന്ന ബ്രഹ്മ, അതെ അല്ലേ, അങ്ങയുടെ നാഭിയിൽ നിന്ന് ഉണ്ടായ ബ്രഹ്മാവ്, പ്രഭോ മേ ജനക, എൻ്റെ പിതാവാണ്, അതഹ അഹം തവ പൗത്ര അസ്മി, അതുകൊണ്ട് ഞാൻ അങ്ങയുടെ പൗത്രനാണ് അല്ലേ. ഭഗവാന്റെ പുത്രനാണ് ബ്രഹ്മാവ്, ബ്രഹ്മാവിൻ്റെ പുത്രനാണ് നാരദൻ. അപ്പം പിന്നെ പൗത്രനല്ലേ, മീൻസ് മകൻ്റെ മകൻ. രാഘവ ഭക്തം മാം പാഹി, ഹേ രാമ ഭക്തനായ എന്നെ പാലിച്ചാലും. നാരദൻ്റെ വാക്കാത്തപ്പോൾ ആലോചിച്ച് നോക്കൂ. ഞാൻ ബ്രഹ്മാവിൻ്റെ മകനാണ്, അങ്ങ് ബ്രഹ്മാവിൻ്റെ അച്ഛനാണ്, മീൻസ് ബ്രഹ്മാവിനെ സൃഷ്ടിച്ച ആളാണ്. അപ്പം എൻ്റെ മുത്തശ്ശനാണ്, അല്ലെങ്കിൽ ഞാൻ അങ്ങയുടെ പൗത്രനാണ്, എന്നെ പാലിക്കൂ. ത്വന്നാഭികമലോത്പന്നോ ബ്രഹ്മാ മേ ജനകപ്രഭോ അതസ്തവാഹം പൗത്രോസ്മി ഭക്തം മാം പാഹി രാഘവ. ഇത്യുക്ത്വാ ബഹുശോ നത്വാ സ്വാനന്ദാശ്രുപരിപ്ലുത ഉവാച വചനം രാമ ബ്രഹ്മണ നോദിതോസ്മ്യഹം. എന്താണ്
ഇനി 3 ശ്ലോകം കൂടി ഉണ്ട് കേട്ടോ ഒന്നിച്ച. രാവണസ്യ വധാർത്ഥായ ജാതോസി രഘുസത്തമ ഇദാനിം രാജ്യരക്ഷാർത്ഥം പിതാ ത്വാം അഭിഷേക്ഷ്യതി യദി രാജ്യാഭിസംസക്തോ രാവണം ന ഹനിഷ്യസി പ്രതിജ്ഞാതേ കൃതാ രാമ ഭൂഭാരഹരണായ വൈ തത്സത്യം കുരു രാജേന്ദ്ര സത്യസന്ധസ്ത്വമേവ ഹി ശ്രുത്വൈതദ്ഗദിതം രാമോ നാരദം പ്രാഹസസ്മിതം. എന്നിട്ട് എന്തൊക്കെ പറഞ്ഞു, കുറേ സ്തുതിച്ചു. എന്നിട്ട് അവനവനെ രക്ഷിക്കണമെന്ന് പ്രാർത്ഥിച്ചു. എന്നിട്ട് പിന്നെ നാരദൻ പറഞ്ഞു, ഇതൊക്കെ കഴിഞ്ഞിട്ട് പറഞ്ഞു, അതായത് ഭഗവാനെ വേണ്ട പോലെ ആദരിച്ചതിന് ശേഷം അല്ലെങ്കിൽ വന്ദിച്ചതിന് ശേഷം ഇതി ഉക്ത്വ ബഹുശഃ നത്വ ഇപ്രകാരം പറഞ്ഞ് അനേക പ്രാവശ്യം നാരദ മഹർഷി അനേക പ്രാവശ്യം ഭഗവാനെ നമസ്കരിച്ചിട്ട് സ്വാനന്ദാശ്രുപരിപ്ലുത, അതായത് ആനന്ദ കണ്ണീരിൽ മുങ്ങിയിട്ട് വചനം ഉവാച ഇപ്രകാരം പറഞ്ഞു. എന്താ പറഞ്ഞ്? ബ്രഹ്മണ നോദിത അസ്മി, ബ്രഹ്മാവാണ് എന്നെ പങ്കട അയച്ചിരിക്കണം, എൻ്റെ അച്ഛൻ. എന്താ? രഘുസത്തമ രാവണസ്യ പദാർത്ഥായ ജാത അസി, അങ്ങനെ ജനിച്ചിരിക്കുന്ന എന്നെ ബ്രഹ്മാവ് പറഞ്ഞയച്ചിട്ടാണ് ഞാൻ വന്നത്. ഇതെന്നോട് ബ്രഹ്മാവ് പറയാൻ പറഞ്ഞതാണ്. എന്താ പറയാൻ പറഞ്ഞത്? ഹേ രഘുത്തമ, രാവണനെ വധിക്കാനായിട്ടാണ് അങ്ങ് ഇപ്പോൾ ഇവിടെ ജന്മം എടുത്തിരിക്കുന്നത്, ദശരഥൻ്റെ മകനായിട്ട്. പിതാത്വാം അഭിഷേക്ഷതി, പിതാവ് ഇപ്പോൾ അങ്ങയെ അഭിഷേകം ചെയ്യാൻ ഒരുങ്ങിയിരിക്കുകയാണ്. രാജ്യാതിസംസക്ത യതി, അങ്ങനെ അങ്ങേ അഭിഷേകം ചെയ്യപ്പെട്ടാൽ രാജ്യകാര്യങ്ങളിൽ മുഴുകിയിട്ട് രാവണം ന ഹനിഷ്യസി, രാവണനെ അങ്ങ് ഹനിക്കുന്നുണ്ടാവില്ല. രാജ്യകാര്യങ്ങളിൽ മുഴുകിയിരുന്നാൽ പിന്നെ രാജ്യം ഭരിക്കാൻ തുടങ്ങി പ്രശ്നങ്ങൾ എല്ലാതും അത്ര ബിസിയാവും. പിന്നെ രാവണനെ ഹരിക്കണ എന്തിനാണ് അങ്ങ് ജനിച്ചത്? അതിൻ്റെ ഉദ്ദേശം രാവണവധം നടക്കാതിരിക്കാൻ സാധ്യത ഉണ്ട്. അങ്ങ് ഹനിക്കുണ്ടാവില്ല. രാമ ഭൂഭാരഹരണായാത്തെ പ്രതിജ്ഞാകൃതാവൈ, അങ്ങ് പറഞ്ഞൂലോ ഭൂമിദേവിയോട് ഭൂഭാരം ഇല്ലാതെയാക്കാനായിക്കൊണ്ട് ഞാൻ ഭൂമിയിൽ മനുഷ്യനായി ജനിക്കാമെന്ന് പറഞ്ഞൂലോ, പ്രതിജ്ഞ ചെയ്തൂലോ. അതാണ് ഭൂഭാരഹരണായ തേ പ്രതിജ്ഞാകൃത, അങ്ങ് പ്രതിജ്ഞ ചെയ്തു ഭൂഭാരം കുറച്ചോളാംന്നേ. രാജേന്ദ്ര, അതുകൊണ്ട് രാജാവേ അല്ലെങ്കിൽ ശ്രീരാമ ഭഗവാനെ തത് സത്യം കുരു, അതിനെ സത്യമാക്കൂ. ത്വമേവ സത്യസന്ധഹി, അങ്ങേപ്പോലെ സത്യസന്ധനായിട്ട് ഇനി ഒരാളില്ല. അപ്പോൾ അങ്ങയുടെ വാക്ക് സത്യം തന്നെ ആവാതെ പറ്റില്ല, പ്രതിജ്ഞ പാലിക്കാതെ പറ്റില്ല. ശ്രുത്വ, ഇപ്പറഞ്ഞതിനെ രാമൻ ശ്രുത്വ, ഇതിനെ ഇങ്ങനെ നാരദൻ പറഞ്ഞപ്പോൾ രാമ ഇത് കേട്ടിട്ട് നാരദം സസ്മിതം പ്രാഹ, നാരദനോട് നല്ല ചിരിച്ചുകൊണ്ട് പറഞ്ഞു. എന്താണ് നാരദൻ പറഞ്ഞറിയോ? നാരദൻ ആദ്യം വേണ്ട പോലെ വന്ദിച്ചു. അത് കഴിഞ്ഞ് വീണ് ഒരുപാട് പ്രാവശ്യം നമസ്കരിച്ചു, അത്ര ഭക്തി. അത് കഴിഞ്ഞിട്ട് പറഞ്ഞു, ഞാനിവിടെ വന്നത് ബ്രഹ്മാവ് എന്നെ ഇങ്ങോട്ട് അയച്ചിട്ടാണ്, എൻ്റെ പിതാവായിട്ടുള്ള ബ്രഹ്മാവ് എന്നെ അയച്ചിട്ടാണ് ഞാൻ ഇവിടെ വന്നത്. ഈ ഒരു കാര്യം അങ്ങോട്ട് പറയാനോ ഓർമ്മിപ്പിക്കാനാണ് എന്നോട് പറഞ്ഞത്. എന്താ വെച്ചാൽ അങ്ങിപ്പോൾ ദശരഥപുത്രനായിട്ട് ജന്മമെടുത്തിരിക്കുന്നത് രാവണവധത്തിന് വേണ്ടിയിട്ട്. അതായത് ഒരുപാട് ദുഷ്ടന്മാരിപ്പോൾ ഉണ്ട്. അപ്പോൾ ഭൂമിക്ക് ഭാരം വല്ലാതെ വർദ്ധിച്ചിരിക്കുന്നു. അപ്പോൾ ഭൂഭാരം കുറയ്ക്കാനായിട്ട് ഈ ദുഷ്ടന്മാരുടെ എല്ലാം രാജാവായിട്ടുള്ള രാവണനെയും വധിക്കാനായിട്ടാണ് അങ്ങിപ്പോൾ ഈ ജന്മം എടുത്തത്. അങ്ങ് ഭൂമിദേവിയോട് ഭൂഭാരം ഞാൻ മനുഷ്യനായി ജനിച്ച് ഭൂഭാരം കുറച്ചോളാം എന്ന് പ്രതിജ്ഞ ചെയ്തു. അപ്പം ഇനി ആ പ്രതിജ്ഞ ഇപ്പം അങ്ങയുടെ പിതാവ് ഇതാ അങ്ങേ രാജ്യാഭിഷേകത്തിന് ഒരുങ്ങിയിരിക്കണു. അഭിഷേകത്തിന് ഒരുങ്ങിയിരിക്കുകയാണ്. ഇപ്പോൾ യുവരാജാവായിട്ട് അഭിഷേകം ചെയ്യും. അത് കഴിഞ്ഞാൽ ശരിക്കുള്ള രാജാവാവും. മൂത്ത ആളല്ലേ. അപ്പം ആദ്യം യുവരാജാവായിട്ട് അഭിഷേകം ചെയ്യും. പിന്നെ രാജ്യകാര്യങ്ങളിൽ അങ്ങോട്ട് മുഴുകിയാൽ പിന്നെ രാവണനെ വധിക്കാനുള്ളൊരു അവസരമൊന്നും ഉണ്ടാവാതിരിക്കും. അതുകൊണ്ട് അങ്ങ് അവനവൻ്റെ ആ അവതാരോദ്ദേശം എന്താന്ന് ഒന്ന് നല്ലോണം ഓർമ്മിച്ചിട്ട് അങ്ങ് ഭൂമിദേവിക്കും ലോകത്തിനും പ്രതിജ്ഞ കൊടുത്തിട്ടുണ്ട് ഭൂഭാരം കുറയ്ക്കാമെന്ന്. ആ പ്രതിജ്ഞ അങ്ങ് സത്യമാക്കി തീർക്കണം. അങ്ങേപ്പോലെ സത്യസന്ധനായിട്ട് വേറെ ഒരാൾ ഇല്ല. അതുകൊണ്ട് അങ്ങനെ ഈ ലോകത്തിനെ
സന്തോഷിപ്പിച്ചാലും, അതായത് അങ്ങയുടെ വാക്കിനെ പാലിച്ചാലും എന്നാണ് പറഞ്ഞത് നാരദൻ ശ്രീരാമ ഭഗവാനോട് നമസ്കരിച്ചതിന് ശേഷം. അപ്പോൾ ശ്രീരാമചന്ദ്രൻ അത് കേട്ടിട്ട് വളരെ പുഞ്ചിരി തൂകിക്കൊണ്ട് ഇപ്രകാരം പറഞ്ഞു എന്ന് പറഞ്ഞ് നമ്മൾ അടുത്തേല. അപ്പം ഇത് 4 വായിക്കാട്ടോ. ഇത്യുക്ത്വാ ബഹുശോ നത്വാ സ്വാനന്ദാശ്രു പരിപ്ലുത ഉവാച വചനം രാമ ബ്രഹ്മണാ നോദിതോസ്മ്യഹം രാവണസ്യ വധാർത്ഥായ ജാതോസി രഘുസത്തമ ഇദാനീം രാജ്യരക്ഷാർത്ഥം പിതാ ത്വാം അഭിഷേക്ഷ്യതി. അഭിഷേകത്തിന് പുറപ്പെടുകയാണല്ലോ. യതി രാജ്യാഭിസംസക്തോ, രാജ്യത്തിൽ ആസക്തനായിട്ടാണ്, രാജ്യത്തിൽ മുഴുകിയിട്ടേ രാവണം ന ഹനിഷ്യസി, രാവണനെ ഹനിക്കുണ്ടാവില്ല. പ്രതിജ്ഞാതേ കൃതാ രാമ ഭൂഭാരഹരണായ വൈ, ഭൂഭാരം കുറയ്ക്കാൻ പ്രതിജ്ഞ ചെയ്തുല്ലോ. തത് സത്യം കുരു രാജേന്ദ്ര, അതിനെ സത്യമാക്കൂ. സത്യസന്ധസ്തമേവഹി, അങ്ങാണ് ഏറ്റവും വലിയ സത്യസന്ധൻ. ശ്രുത്വൈതദ് ഗദിതം രാമോ, ഇത് രാമൻ കേട്ടപ്പോൾ നാരദം പ്രാഹ, എങ്ങനെ? സസ്മിതം, പുഞ്ചിരിയോടുകൂടി പറഞ്ഞു. അപ്പം അടുത്ത 4 ശ്ലോകം കൂടിയും ഒന്നിച്ചാണ്, അതും കൂടി ചെയ്യാൻ പറ്റും. ശൃണു നാരദ മേ കിഞ്ചിത് വിദ്യതേ വിദിതം ക്വചിത് പ്രതിജ്ഞാതം ചയൽപൂർവം കരിഷ്യേ തന്ന സംശയ കിന്തു കാലാനുരോധേന തത്തത് പ്രാരബ്ധ സംക്ഷയാൽ ഹരിഷ്യേ സർവഭൂഭാരം ക്രമേണാസുരമണ്ഡലം രാവണസ്യ വിനാശാർത്ഥം ശ്വോ ഗന്ധാദണ്ഡകാവനം ചതുർദശ സമാസ്തത്ര ഹ്യൂഷിത്വാ മുനിവേഷധൃക് സീതാമിഷേണ തം ദുഷ്ടം സകുലം നാശയാമ്യഹം ഏവം രാമേ പ്രതിജ്ഞാതേ നാരദ പ്രമുമോദ. നാരദന് ശ്രീരാമൻ്റെ മറുപടി കേട്ടപ്പോൾ പ്രമുമോദ എന്ന് പറഞ്ഞു, സന്തോഷമായി എന്നാണ് പറഞ്ഞത്. എന്താ പറഞ്ഞത്? നാരദ ശൃണു, ഹേ നാരദ, ഞാൻ ഈ പറയുന്നത് കേട്ടാലും മേ അവിദിതം, എന്നാൽ അറിയപ്പെടാത്തത്, അതാണ് കിഞ്ചിത് വിദ്യതേ വിദിതം എന്ന് പറഞ്ഞു, അതായത് വിദ്യതേ അവിദിതം. അപ്പോൾ മേ അവിദിതം, എനിക്കറിയപ്പെടാത്തത്, കിഞ്ചിത് ക്വചിത് വിദ്യതേ, അല്പമെങ്കിലും എവിടെയെങ്കിലും ഉണ്ടോയെന്ന്. അതായത് ഞാൻ ആ പരമാത്മസ്വരൂപം തന്നെയാണ്, എനിക്കറിയാത്തത് ഇവിടെ എന്തെങ്കിലും ഉണ്ടോ? ആരും എന്നെ ഓർമ്മപ്പെടുത്തേ, ആരും എന്നോട് പറയേ ശരിക്കും ആവശ്യമില്ല. കാരണം മേ അവിദിതം, എനിക്കറിയാത്തത്, കിഞ്ചിത് ക്വചിത് വിദ്യതേ, എവിടെയെങ്കിലും സ്വല്പമെങ്കിലും ഉണ്ടോ? കിഞ്ചിത് ക്വചിത്, കിഞ്ചിത് കുറച്ചെങ്കിലും എനിക്കറിയാത്തൊരു കാര്യം ഇവിടെ ഉണ്ടോ? യത് പൂർവം പ്രതിജ്ഞാതം, അത് പണ്ട് പ്രതിജ്ഞ ചെയ്യപ്പെട്ടതോ, തത് കരിഷ്യേ, അതിനെ ഞാൻ ചെയ്തിരിക്കും, ഞാൻ തീർച്ചയായിട്ടും ചെയ്യുമെന്ന്. ഞാൻ ഒന്നും മറന്നിട്ടില്ല, എന്നെ ഓർമ്മിപ്പിക്കേണ്ട ആവശ്യമില്ല, എനിക്കറിയാത്തതായിട്ടൊന്നുമില്ല, ഞാൻ ആ പ്രതിജ്ഞ നിറവേറ്റുന്നെ ചെയ്യും. ന സംശയ, ഒരു സംശയവും വേണ്ട. കിന്തു കാലാനുരോധേന തത്തത് പ്രാരബ്ധ സംക്ഷയാത്, എന്നാൽ കാലത്തിനെ അനുസരിച്ച്, കാലാനുരോധേന പറഞ്ഞില്ലേ, കാലത്തിനനുസൃതമായിട്ട് അവരവരുടെ പ്രാരബ്ധത്തിൻ്റെ നാശം കാരണം അസുരമണ്ഡലം സർവഭൂഭാരം, ഈ അസുര സമൂഹം, ഈ ഭൂഭാരത്തെ ക്രമേണ ഹരിഷ്യേ, ഞാൻ ഈ അസുരന്മാരാൽ നിറഞ്ഞ ഭൂമിയെ അതിൽ നിന്ന് മോചിപ്പിക്കാനായിട്ട് ഞാൻ ക്രമത്തിൽ ഞാൻ ഹരിക്കുന്നുണ്ട്. ക്രമേണ ഹരിഷ്യേ. രാവണസ്യ വിനാശാർത്ഥം, രാവണനെ നശിപ്പിക്കാനായിട്ട് അല്ലെങ്കിൽ നാശത്തിനായിട്ട് ശ്വഹ ദണ്ഡകാവനം ഗന്ധ, നാളെ, ശ്വ പറഞ്ഞ നാളെ എന്നാണ്, ശ്വഹ എന്ന് പറഞ്ഞാൽ നാളെ, ദണ്ഡകാവനം ഗന്ധ, ഞാൻ നാളെ ദണ്ഡകാവനത്തിലേക്ക് പോവും. തത്ര മുനിവേഷധൃക്, അവിടെ മുനിയുടെ വേഷമൊക്കെ ധരിച്ച്, ചതുർദശ സമാം ഉഷിത്വ, 14 വർഷം ഞാൻ അവിടെ താമസിക്കും കാട്ടിൽ. സീതാമിഷേണ, സീതയെ ഒരു കാരണമാക്കിയിട്ട്, ഒരു സീത നിമിത്തമാക്കിയിട്ട്, തം ദുഷ്ടം, ആ ദുഷ്ടനെ,
സകുലം അഹം നാശയാമി, കുലത്തോടുകൂടി ഞാൻ നശിപ്പിക്കും. രാമേ ഏവം പ്രതിജ്ഞാതെ, ഇതാ രാമൻ ദാ പ്രതിജ്ഞ ചെയ്തിരിക്കുന്നു. നാരദ പ്രമുമോദ, നാരദൻ പ്രമോദിച്ചു, സന്തോഷിച്ചു. ഒരു സംശയവും ഇല്ല ശ്രീരാമ ഭഗവാൻ ബ്രഹ്മാവിന് എപ്പോഴും സംശയമാണ്. ബ്രഹ്മാവിന് എപ്പോഴും ഇത് ശ്രീകൃഷ്ണനെ സംശയിച്ചുല്ലോ, എന്നിട്ട് പിന്നെ വത്സസ്തേയം പൈക്കളെ പൈക്കുട്ടികളെ ഒളിപ്പിച്ചു വെച്ചുല്ലോ. ഉറപ്പില്ല ശരിക്കും പരബ്രഹ്മം തന്നെ അവതാരം എടുത്തതാണ്. ശ്രീകൃഷ്ണനും ഉറപ്പുണ്ടായില്ല. ഇപ്പോൾ ശ്രീരാമനും ബ്രഹ്മാവിനും അത്ര ഒരു ഉറപ്പില്ല. അതുകൊണ്ട് നാരദനെ പറഞ്ഞേക്കാണ് ഇത് ഓർമ്മിപ്പിക്കാനേ. അപ്പോൾ ശ്രീരാമൻ പറയുകയാണ്, നാരദ എനിക്കിതൊക്കെ അറിയാം. എനിക്കറിയാത്തതായിട്ട് എന്തെങ്കിലും ഒരു കുഞ്ഞു കാര്യങ്ങളും ഇവിടെ ഉണ്ടോ? ഇല്ല. ഞാൻ എൻ്റെ പ്രതിജ്ഞ മറന്നിട്ടില്ല. അത് നിറവേറ്റുക തന്നെ ചെയ്യും. പക്ഷേ കാലത്തിൻ്റെ അനുസരിച്ചിട്ട് അവർ കുറച്ച് കാലമൊക്കെ സുഖമായിരിക്കട്ടെ, അത് കഴിഞ്ഞ് അവർ നാശം ഞാൻ ക്രമേണ ചെയ്തോളാം. ഈ ഭൂഭാരം ഞാൻ എന്നിട്ട് കുറച്ചോളാം. ഞാൻ പതുക്കെ ഈ ഭൂഭാരത്തിന് കാരണമായിട്ടുള്ള അസുരന്മാരെ അല്ലെങ്കിൽ രാക്ഷസന്മാരെ ഞാൻ ഹരിക്കുന്നുണ്ട്. രാവണൻ്റെ നാശത്തിനായിക്കൊണ്ട് എല്ലാവരെയും ഇങ്ങനെ ചീത്ത ആൾക്കാരൊക്കെ ഞാൻ ഹനിക്കും. രാവണനെ കൊല്ലാനായിട്ട് എനിക്കൊരു പ്രത്യേക അജണ്ട തന്നെ ഉണ്ട്. രാവണനെ കൊല്ലാൻ ഒരു പ്രത്യേക പ്ലാൻ ഉണ്ട്. എന്താ പ്ലാൻ? നാളെ തന്നെ ഞാൻ കാട്ടിലേക്ക് പോവും, ദണ്ഡകാവനത്തിലേക്ക് പോവും. എന്നിട്ട് സീതയും കൊണ്ടുപോകും. എന്നിട്ട് ഞാൻ ഒരു മുനിയുടെ വേഷമൊക്കെ ധരിച്ചിട്ട് അതായത് കാട്ടിൽ ഒരു രാജാവിനെ പോലെ അല്ലാതെ ജീവിച്ചിട്ടാണ് അർത്ഥം. എന്നിട്ട് സീതയെ നിമിത്താക്കിയിട്ട് 14 കൊല്ലത്തിൻ്റെ ഉള്ളിൽ 14 കൊല്ലം ഞാൻ കാട്ടിൽ വസിക്കും. എന്നിട്ട് 14 കൊല്ലത്തിന് അവസാനത്തിലെന്നില്ല കുറച്ച് മുമ്പേ, എന്നിട്ട് സീതയെ നിമിത്തമാക്കിയിട്ട് ഞാൻ ആ ദുഷ്ടനെ കുലത്തോടു കൂടി നശിപ്പിക്കും. അതിൽ വിഭീഷണൻ മാത്രമേ രക്ഷപ്പെട്ടിട്ടുള്ളൂ അല്ലേ, ഭഗവത് ഭക്തനാവുകൊണ്ട്. അങ്ങനെ ഞാൻ ആ രാവണൻ്റെ കുലത്തിനെ മുഴുവൻ നശിപ്പിക്കും. എൻ്റെ പ്രതിജ്ഞയാണ് ഇത് എന്ന് ഒന്നും കൂടി ആ പ്രതിജ്ഞ ഉറപ്പിച്ചങ്ങോട്ട് പറഞ്ഞു നാരദനോട്. ഒട്ടും വിഷമിക്കണ്ട, ഞാൻ നാളെ തന്നെ പോവുകയാണ് കാട്ടിലേക്ക്. 14 കൊല്ലം ഞാൻ അവിടെ താമസിക്കും. സീതയെ നിമിത്തമാക്കിയിട്ട് സീതയെ ഉപയോഗിച്ചിട്ട് ഞാൻ വെറുതെ വ്യാജമായിട്ട് സീതയെ ഉപയോഗിക്കാൻ കേട്ടോ, അത് ഒരു കാരണത്തിന് വേണ്ടി മാത്രം ഞാൻ ഉപയോഗിച്ച് രാവണൻ്റെ മുഴുവൻ കുലത്തിനെയും നശിപ്പിക്കും. എക്സെപ്റ്റ് വിഭീഷണൻ എന്ന് പറഞ്ഞിട്ടൊന്നുമില്ല അതിൽ. പക്ഷേ എന്നിട്ട് ഞാൻ എൻ്റെ പ്രതിജ്ഞ നിറവേറ്റിക്കൊള്ളാം നാരദ എന്ന് പറഞ്ഞപ്പോൾ നാരദന് വളരെ സന്തോഷമായി എന്ന് പറഞ്ഞ് നമുക്ക് ഇന്നിവിടെ നിർത്താം. അപ്പോൾ പിന്നെ 2 ശ്ലോകമുള്ളൂ, അതും കൂടി ഞാൻ ചെയ്യാം. ശൃണുനാരദമേ കിഞ്ചിത് വിദ്യതേ അവിദിതം ക്വചിത് പ്രതിജ്ഞാതം ജയൽപൂർവം കരീഷ്യേ തന്ന സംശയാ കിന്തു കാലാനുരോധേന തത്തത് പ്രാരബ്ധ സംക്ഷയാൽ ഹരീഷ്യേ സർവഭൂഭാരം ക്രമേണ അസുരമണ്ഡലം രാവണസ്യ വിനാശാർത്ഥം ശ്വോ ഗന്ധാദണ്ഡകാവനം 14 സമാസ്തത്ര ഹ്യൂഷിത്വാ മുനിവേഷധൃക് സീതാമിഷേണ തം ദൃഷ്ടം സകുലം നാശയാമ്യഹം ഏവം രാമേ പ്രതിജ്ഞാതേ നാരദ പ്രമുമോദഃ. 40 പ്രദക്ഷിണത്രയം കൃത്വാ ദണ്ഡവൽ പ്രണിപത്യതം അനുജ്ഞാതശ്ച രാമേണ യയൗ ദേവഗതിം മുനിം. നാരദൻ പോവുകയാണ്. എങ്ങനെ? പ്രദക്ഷിണത്രയം കൃത്വ 3 പ്രദക്ഷിണം ചെയ്ത് ത്വം ദണ്ഡവൽ പ്രണിപത്യ ദണ്ഡനമസ്കാരം ഭഗവാനെ ദണ്ഡനമസ്കാരം ചെയ്ത് രാമേണ അനുജ്ഞാത രാമൻ്റെ അനുവാദത്തോടു കൂടി തന്നെ മുനി ദേവഗതിം യയൗ മുനി ദേവമാർഗത്തെ പ്രാപിച്ചു. അതായത് 3 പ്രാവശ്യം ശ്രീരാമനെ നമസ്കരിച്ച് നാരദൻ അവിടുന്ന് പോവുകയും ചെയ്തു. ഇനി അവസാനത്തെ ശ്ലോകമാണ് ഈ 1-ാം സർഗത്തിലത്തെ അയോധ്യാഖണ്ഡം 1-ാം സർഗത്തിലത്തെ അവസാനത്തെ ശ്ലോകം കൂടി ചൊല്ലി നമുക്ക് നിർത്താം. സംവാദം പഠതി, ഇത് ഫലശ്രുതിയാണ്. സംവാദം പഠതി ശൃണോതി സംസ്മരേദ് ദ്വാ യോ നിത്യം മുനിവരാ രാമയോ സഭക്ത്യാ സംപ്രാപ്നോത്യമര സുദുർലഭം വിമോക്ഷം കൈവല്യം വിരതിപുര സരം ക്രമേണ. യഹ നിത്യം ഭക്തിയ, ഏതൊരാളാണ് ദിവസവും ഭക്തിയോടുകൂടി
മുനിവര രാമയോഹോ സംവാദം, അതായത് മുനിവരനും നാരദനും രാമനും തമ്മിലുണ്ടായ ഈ സംവാദത്തെ പഠതി ശൃണോതി സംസ്മരേത് വാ, പഠിക്കേ കേൾക്കേ സ്മരിക്കേ ആരാണ് ചെയ്യണം? സഹ അവൻ വിരതിപുര സരം വിരക്തിയോടുകൂടി അമരസുദുർലഭം കൈവല്യം, അതായത് അമരന്മാർക്ക് ദേവന്മാർക്ക് പോലും ദുർലഭമായ മോക്ഷം അവർക്ക് കിട്ടുന്ന. എന്താ പറയണ വെച്ചാൽ ഈ ഒരു സംവാദം ഉണ്ടല്ലോ, ശ്രീരാമചന്ദ്രസ്വാമിയും നാരദനും തമ്മിലുണ്ടായിട്ടുള്ള ഈ സംവാദം ആരാണ് എന്നും ഭക്തിയോടുകൂടി പഠിക്കുകയോ കേൾക്കുകയോ സ്മരിക്കുകയോ ചെയ്യണത് ആ ആൾക്ക് വിരക്തി വരുന്ന മാത്രമല്ല, ദേവന്മാർക്ക് പോലും അസുലഭമായ ദുർലഭമായിട്ടുള്ള മോക്ഷത്തെ അവർ പ്രാപിക്കുകയും ചെയ്യും. അത് ഫലശ്രുതി. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ നിർത്താം. സംവാദം പഠതി ശൃണോതി സംസ്മരേദ്വാ യോ നിത്യം മുനിവരരാമയോ സഭക്ത്യാ സംപ്രാപ്തോത്യമരസുദുർലഭം വിമോക്ഷം കൈവല്യം വിരതി പുരസ്സരം ക്രമേണ മോക്ഷം തന്നെ ലഭിക്കും എന്ന് പറഞ്ഞു നിർത്താം. ഇതി ശ്രീമദ് അധ്യാത്മരാമായണേ ഉമാമഹേശ്വര സംവാദേ അയോധ്യാകാണ്ഡേ പ്രഥമ സർഗഃ. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീ സീതാലക്ഷ്മണ ഭരതശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമഃ.